ഏകദേശം 2 മാസങ്ങൾക്ക് മുന്നേ മോട്ടിലാൽ ഓസ്വാൾ എന്ന് പറയുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി മോട്ടിലാൽ ഓസ്വാൾ നിഫ്റ്റി ഇന്ത്യ ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ അതോടൊപ്പം ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത് എന്നാണ് ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അന്ന് ഞാൻ ഈ ഫണ്ടിനെ കമ്പയർ ചെയ്തത് HDFCയുടെ ഡിഫൻസ് ഫണ്ടുമായിട്ടാണ്. HDFCയുടെ ഡിഫൻസ് ഫണ്ട് ഏകദേശം 1 വർഷങ്ങൾക്ക് മുന്നേ ലോഞ്ച് ചെയ്ത ഒരു ഫണ്ടാണ്. 1 വർഷം കൊണ്ട് ഏകദേശം 125-130% കൂടുതൽ റിട്ടേൺസ് നേടിക്കൊടുത്ത ഒരു ഫണ്ടാണ് HDFCയുടെ ഡിഫൻസ് ഫണ്ട്. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് വളരെ മോശമാണ്. കാരണം അത് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിൽ വന്ന കറക്ഷൻസും കാരണമാണ് ആ ഫണ്ടിൻ്റെ NAVനെ അഫക്റ്റ് ചെയ്തിരുന്നത്. അന്ന് പബ്ലിഷ് ചെയ്ത വീഡിയോയുടെ ഫോളോ അപ്പ് ആയിട്ടാണ് ഈ വീഡിയോ ഇന്ന് പബ്ലിഷ് ചെയ്യുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും റിയൽ ആയിട്ടുള്ള ഫിഗേഴ്സിനെ ബേസ് ചെയ്തിട്ട് അല്ല എങ്കിൽ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നോർമലി എല്ലാ വീഡിയോകളും പ്രിപ്പയർ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നത്. അന്ന് പബ്ലിഷ് ചെയ്ത വീഡിയോയിൽ ഞാൻ അഭിപ്രായപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിനേക്കാളും നല്ലത് HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിഫൻസ് ഫണ്ടിൽ നിക്ഷേപം നടത്തുകയായിരിക്കുമെന്നാണ്. ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷനായിട്ട് അന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷം ഞാനതൊന്ന് റിവ്യൂ ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ 2 ഫണ്ടുകളും പെർഫോം ചെയ്തിരിക്കുന്നത്. പലപ്പോഴും പലരും ആർഗ്യൂ ചെയ്യുന്നത് അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ കിട്ടുമ്പോൾ 10 രൂപ NAVക്ക് മ്യൂച്വൽ ഫണ്ടുകളിലെ NFO വാങ്ങുന്നതാണ് 2000 രൂപയോ 3000 രൂപയോ വിലയുള്ള സെയിം കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങുന്നതെന്നാണ് പല ആളുകളും വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ അത് തെറ്റായിട്ടുള്ള ഒരു വിശ്വാസമാണെന്ന് പല വീഡിയോകളിലായിട്ട് റിയൽ ആയിട്ടുള്ള ഫിഗേഴ്സിൻ്റെ ബേസിസിൽ ഞാനത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഞാൻ സെയിം ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. 2 മാസങ്ങൾക്ക് മുന്നേ 1 ലക്ഷം രൂപ ഈ 2 ഫണ്ടിലും നിക്ഷേപം നടത്തിയ ഒരു വ്യക്തിക്ക് എത്രയൊക്കെ റിട്ടേൺസ് ആണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്, ഏത് ഫണ്ടാണ് നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്, NFOയിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയ മോട്ടിലാൽ ഓസ്വാൾ ഡിഫൻസ് ഫണ്ടാണോ ബെറ്റർ പെർഫോമൻസ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ HDFC ഡിഫൻസ് ഫണ്ടാണോ ബെറ്റർ പെർഫോമൻസ് നൽകിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഞാനൊരു പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോട്ടിലാൽ ഓസ്വാൾ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ടും അതേപോലെ തന്നെ HDFC ഡിഫൻസ് ഫണ്ടും തമ്മിൽ ചെറിയൊരു കമ്പാരിസനാണ്. ഈ 2 ഫണ്ടുകളെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് അല്ല. കാരണം മോട്ടിലാൽ ഓസ്വാൾ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് റീസെൻ്റായിട്ട് ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ഫണ്ടാണ്. അപ്പോൾ അതിന് ഹിസ്റ്റോറിക്കൽ ഡേറ്റയൊന്നും അവൈലബിൾ അല്ല. അതോടൊപ്പം തന്നെ ഫണ്ടിൻ്റെ അണ്ടർലൈയിങ് അസറ്റ്സ് അതിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ എല്ലാം എത്രയാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ കുറച്ചാളുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. മോട്ടിലാൽ ഓസ്വാൾ ഡിഫൻസ് ഫണ്ട് ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിലും ഞാനിത് HDFC ഡിഫൻസ് ഫണ്ടുമായിട്ടൊരു കമ്പാരിസൺ നടത്തിയിട്ട് അന്ന് പറഞ്ഞിരുന്നത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് HDFC ഡിഫൻസ് ഫണ്ടാണ്. അതിനായിട്ടുള്ള റീസൺസ് ഞാനതിൽ പറഞ്ഞിരുന്നു. ഇൻഡെക്സ് ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ആ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്യൂരിറ്റികളിൽ ആ റേഷ്യോയിൽ അല്ലെങ്കിൽ ആ വെയിറ്റേജിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു നോർമൽ സെക്ടർ സ്പെസിഫിക് ഫണ്ടോ തീം ബേസ്ഡ് ഫണ്ടിന് ആ സെക്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കമ്പനികളിലും അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ലിബർട്ടി ഉണ്ട്. ഇവിടെയും ഈ കമ്പാരിസണിൽ അത് വളരെ വ്യക്തമാണ്. ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് 9 ജൂലൈ 2024 മോട്ടിലാൽ ഓസ്വാൾ ഫണ്ട് അതിൻ്റെ NFOയ്ക്ക് ശേഷം പുതിയതായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഈ ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപ 74 പൈസയും HDFC ഡിഫൻസ് ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ 25 രൂപ 4 പൈസയുമാണ്. 9 ജൂലൈ 2024 1 ലക്ഷം രൂപ ഈ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഫണ്ടിലും അതേപോലെ HDFC ഡിഫൻസ് ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള NAV അതായത് 16 സെപ്റ്റംബറിൽ എത്രയൊക്കെ റിട്ടേൺസ് ആണ് ജനറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മോട്ടിലാൽ ഓസ്വാൾ ഫണ്ടിൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് 10 രൂപ 74 പൈസ NAV വെച്ച് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 9310 യൂണിറ്റ് കിട്ടിയിട്ടുണ്ടാവാം.
HDFC ഡിഫൻസ് ഫണ്ടിൽ 25 രൂപ NAVക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് 3996 യൂണിറ്റ്സ് ലഭിച്ചിട്ടുണ്ടാവാം. 16 സെപ്റ്റംബർ 2024 മോട്ടിലാൽ ഓസ്വാൾ ഡിഫൻസ് ഫണ്ടിൻ്റെ NAV 8 രൂപ 89 പൈസയും HDFC ഡിഫൻസ് ഫണ്ടിൻ്റെ NAV 22 രൂപ 37 പൈസയുമാണ്. ഇപ്പം നിങ്ങൾ നടത്തിയിരിക്കുന്ന 1 ലക്ഷം രൂപയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് മോട്ടിലാൽ ഓസ്വാൾ ഫണ്ടിൽ 82,773 HDFC ഡിഫൻസ് ഫണ്ടിൽ 89,394 ഇവിടെ നിങ്ങൾ നോക്കുക, ഈ രണ്ട് ഫണ്ടുകളും നെഗറ്റീവ് റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. കാരണം ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളുടെ എല്ലാം ഷെയർ പ്രൈസിൽ ഒരുപാട് കറക്ഷൻസ് കഴിഞ്ഞ 2 മാസം 3 മാസമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ട് മോട്ടിലാൽ ഓസ്വാൾ ഡിഫൻസ് ഫണ്ട് 17.23% നെഗറ്റീവ് റിട്ടേൺസും, എന്നാൽ HDFC ഡിഫൻസ് ഫണ്ട് 10.61% നെഗറ്റീവ് റിട്ടേൺസുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഡേറ്റയിൽ നിന്ന് തന്നെ ഇത് വളരെ വ്യക്തമാണ്. മോട്ടിലാൽ ഓസ്വാൾ ഡിഫൻസ് ഫണ്ട് ഏകദേശം 7% കൂടുതൽ നെഗറ്റീവ് റിട്ടേൺസ് ആണ് HDFC ഡിഫൻസ് ഫണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നിരിക്കുന്നത്. ഈ ചാനലിൽ നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോയിലും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ക്ലൂ തന്നിരുന്നു. തിരഞ്ഞെടുക്കുന്ന പോർട്ട്ഫോളിയോകൾ ഈവൻ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തീം ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളാണെങ്കിൽ തന്നെയും അതിൽ ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതായിരിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ. മോട്ടിലാൽ ഓസ്വാൾ ഫണ്ട് ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 2 മാസമേ ആയുള്ളൂ. ചെറിയ സമയങ്ങൾ കൊണ്ട് ഇതേപോലെ ഒരു പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് നമുക്ക് കറക്റ്റായിട്ട് വിലയിരുത്താൻ സാധിക്കില്ല. എങ്കിൽ തന്നെ ഇതൊരു ഇൻഡെക്സ് ഫണ്ടാണ്. ആ ബെഞ്ച് മാർക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഫണ്ട് അതിന് ഏകദേശം സമാനമായിട്ടുള്ള റിട്ടേൺസ് കൊടുത്തിട്ടുണ്ടാവാം. എങ്കിൽ തന്നെയും സിമിലർ നേച്ചറിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫണ്ട്, അതായത് HDFC ഡിഫൻസ് ഫണ്ട്, ഇതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ എപ്പോഴും ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതേപോലെയുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുകയായിരിക്കാം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈമിലേക്ക് അദ്ദേഹത്തിന് നല്ലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. HDFC ഡിഫൻസ് ഫണ്ടിൽ നിങ്ങൾ അംശമായിട്ടോ SIP ആയിട്ടോ ഇപ്പോൾ നിക്ഷേപങ്ങൾ നടത്താൻ പറ്റില്ല, അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ തന്നെയും ഇതിനു മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയുടെ ഫോളോ അപ്പ് ആയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 ഫണ്ടുകളുടെയും പോർട്ട്ഫോളിയോ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അണ്ടർലൈയിങ് അസറ്റ്സ് നമ്മൾ പരിശോധിച്ചാൽ HDFC ഡിഫൻസ് ഫണ്ടിൽ മോട്ടിലാൽ ഓസ്വാൾ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് ഏകദേശം 43 മുതൽ 50% വരെയും സെയിം കമ്പനികളിലാണ് 2 ഫണ്ടുകളും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനി എടുത്താൽ അതിൽ രണ്ടിലും ഏകദേശം 19.42% 2 ഫണ്ടുകളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ഏകദേശം 17%, സോളാർ ഇൻഡസ്ട്രിയിൽ HDFC ഫണ്ട് 7.86%, മോട്ടിലാൽ ഓസ്വാൾ ഫണ്ട് 14.44%, ആസ്ട്ര മൈക്രോവേവ് എന്ന് പറയുന്ന കമ്പനിയിൽ HDFC ഫണ്ട് 7%, മോട്ടിലാൽ ഫണ്ട് ഏകദേശം 4.14%, MTAR ടെക്നോളജീസ് HDFC ഫണ്ട് 4.27%, മോട്ടിലാൽ ഓസ്വാൾ ഡിഫൻസ് ഫണ്ട് 2.2%. ഇതേപോലെയുള്ള സെക്യൂരിറ്റികളിലാണ് ഈ 2 ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മോട്ടിലാൽ ഓസ്വാൾ ഫണ്ട് 14 കമ്പനികളിലും അതേപോലെ HDFC ഫണ്ട് 22 കമ്പനികളുടെ ഷെയറുകളിലുമാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങളൊരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതേപോലെയുള്ള ചെറിയ റിസർച്ചുകളൊക്കെ നടത്തുക. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലതെന്ന് നിങ്ങളോട് തന്നെ ആ ചോദ്യം ചോദിക്കുക. ഇന്ന് മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ ഒട്ടനവധി NFOകളുണ്ട്. പല കാറ്റഗറിയിലും പല പേരിലും പല തീമിലും മ്യൂച്വൽ ഫണ്ടുകൾ മത്സരിച്ച് പുതിയ സ്കീമുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ അവെയർ ആകേണ്ട ഒരു കാര്യം, മ്യൂച്വൽ ഫണ്ടുകൾക്ക് അവരുടെ റവന്യൂ ഏൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫീ ഏൺ ചെയ്യണമെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പുതിയ ഫണ്ടുകൾ ലോഞ്ച് ചെയ്തേ മതിയാവൂ. അതോടൊപ്പം അവർ മാനേജ് ചെയ്യുന്ന അസറ്റ് കൂട്ടിയാൽ മാത്രമാണ് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ബേസിക്കലി ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ നിന്ന് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുക, പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് മിക്കവാറും എല്ലാ കമ്പനികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അതിൻ്റെ പാർട്ടായിട്ട് അവർ AUM കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള പുതിയ പുതിയ ഫണ്ടുകൾ അവർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അവർ ലോഞ്ച് ചെയ്യുന്ന ഫണ്ടുകളിലെല്ലാം നമുക്ക് നിക്ഷേപം നടത്തണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ റിസ്ക് ആപ്പിറ്റേറ്റ്, നമ്മുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷൻ, അതോടൊപ്പം തന്നെ എത്ര കാലത്തേക്കാണ് നമ്മൾ നിക്ഷേപം നടത്തുന്നത്, നമുക്ക് ഓൾറെഡി ഇതേപോലെയുള്ള ഒരു ഫണ്ടിൽ നിക്ഷേപമുണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഫണ്ടുകളുടെ സെയിം നേച്ചറിൽ വരുന്ന ഒരു ഫണ്ടാണ്, പേര് മാറി വരുന്ന ഒരു ഫണ്ടാണോ, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വേണം ഇതേപോലെയുള്ള ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തുവാനായിട്ട്. ഈ രണ്ട് ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല, ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം, സെയിം നേച്ചറിലുള്ള ഒരു ഫണ്ട് ഇൻഡെക്സ് ഫണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു, മറ്റൊരു ഫണ്ട് നോർമൽ സെക്ടർ സ്പെസിഫിക് അല്ലെങ്കിൽ തീം ബേസ്ഡ് ഫണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. രണ്ടും തീം ബേസ്ഡ് ഫണ്ടുകളാണ്. ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് അവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. ബെഞ്ച്മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൽ ഉള്ള സെക്യൂരിറ്റികളുടെ സെയിം വെയിറ്റേജ് അനുസരിച്ചിട്ട് മാത്രമാണ് അവർക്ക് നിക്ഷേപം നടത്താൻ പറ്റുള്ളൂ. സ്പെസിഫിക്കായിട്ട് അല്ലെങ്കിൽ തീമാറ്റിക് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സെയിം നേച്ചറുള്ള HDFC ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിഫൻസ് സെക്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് സ്റ്റോക്കിൽ വേണമെങ്കിലും എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ HDFC ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് മാനേജർക്ക് ഒരു ലിബർട്ടി ഉണ്ട്. അദ്ദേഹത്തിന് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഫണ്ടിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്ന കാറ്റഗറിയിൽ വരുന്ന കമ്പനികളിൽ ഏത് കമ്പനികളിൽ വേണമെങ്കിലും നിക്ഷേപം നടത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ അവർക്ക് ആക്റ്റീവായിട്ട് ആ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും. പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളിൽ റിസ്ക് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടിനേക്കാളും താരതമ്യേന കുറവാണെങ്കിൽ തന്നെയും ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അത് ഈ ഫണ്ടിൻ്റെ പെർഫോമൻസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ NFOയിലും മറ്റ് നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഇന്ന് മാർക്കറ്റിൽ സെയിം കാറ്റഗറിയിലുള്ള നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടുകളുണ്ടോ എന്ന് കൂടി ഒന്ന് കമ്പയർ ചെയ്യുക. അതിനുശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.